ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഔട്ട്ഡോർ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഫാറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ മസിൽസിനുള്ള വർക്കൗട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വർക്കൗട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഗൈനക്കോമാനിയ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റ് തൂങ്ങിയിട്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു പ്രശ്നം വരാറുണ്ട് കൂടുതലും ജെൻസിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ ഒരു വർക്കൗട്ട് ഹെൽപ്ഫുൾ അല്ല. കാരണം ആ ഒരു സ്റ്റേജ്, ഒരു കൂടിയ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്കതൊരു സർജറിയിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും അത് ഡെവലപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നല്ലതാണ്, ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള മാറ്റം അങ്ങനെയുള്ളവർക്ക് സാധ്യമല്ല. പിന്നെ നിങ്ങൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് കൂടെ ഒരു നല്ല രീതിയിൽ ഡയറ്റ് കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ വളരെ പെട്ടെന്നുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ടിൽ നമ്മളൊരു കുറഞ്ഞ വർക്കൗട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊരു 3-4 സെറ്റ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ടൈറ്റ് നമ്മുടെ ചെസ്റ്റിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു സെറ്റിൽ നിർത്തരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2, 3, 4 സെറ്റ് കംപ്ലീറ്റ്ലി ചെയ്ത് പോവുക. അതിനുശേഷം നിർത്തുക. ശരിക്കും ഒരു ചെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയി ചെയ്യുന്ന ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു 3 പാർട്ടിനും, ചെസ്റ്റിൻ്റെ ഒരു 3 പാർട്ടിനും അവിടുത്തെ മസിൽസിനെല്ലാം നല്ല രീതിയിലൊരു വർക്കൗട്ട് നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെസ്റ്റിൻ്റെ ആ ഒരു മസിൽസ് ഡെവലപ്പ് ആവാനും അല്ലെങ്കിൽ ഒരു ഷേപ്പ് കൊണ്ടുവരാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ദിവസം ഫോളോ ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ കൂടെ ഫോളോ ചെയ്താൽ മതി. വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുള്ള കാര്യമല്ല. നമുക്ക് തുടക്കത്തിൽ കുറച്ച് ദിവസം മാത്രമേ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുള്ളൂ. അത് ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് മാത്രം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ വാമപ്പിനും അല്ലെങ്കിൽ സ്ട്രെച്ചിങ്ങിനൊക്കെ ശേഷം ചെയ്തു തുടങ്ങുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.